ശരൺ, ലിസ്റ്റിൻ സ്റ്റീഫനോ സുപ്രിയയോ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചില്ലേ? സുജയ, ഈ രണ്ടുപേരുടെയും പ്രതികരണം നമ്മൾ ആരായുന്നുണ്ട്. എന്തായാലും അവരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പ്രതികരണം വൈകാതെ തന്നെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായും ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തലുകൾ അത് നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. അത് എന്ത് അടിസ്ഥാനത്തിലാണ്, ഏതൊക്കെ നിലയിലാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളിലാണ് അവർ വ്യക്തത വരുത്തിയിരുന്നത്. നേരത്തെ ഈ വാർത്ത പുറത്തുവരുന്ന സമയത്ത് അവർ തന്നെ പറഞ്ഞത് ഇത് ഈ സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലുള്ളതല്ല, അതിനു മുമ്പ് തന്നെ നടത്തിയ പരിശോധനകളുടെ തുടർച്ചയായിട്ടുള്ള നോട്ടീസ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ 2022 ഡിസംബർ മാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളത് പരിശോധിച്ചു. ആ മാസത്ത്, അതായത് ഡിസംബറിൽ തന്നെ പലയിടങ്ങളിലായിട്ട് ആദായനികുതി വകുപ്പിന്റെ പരിശോധനകൾ ഉണ്ടായിരുന്നതാണ്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഓഫീസിൽ പരിശോധന ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് പൃഥ്വിരാജിന്റെ വീട്ടിലും ഓഫീസിലും ഒക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നത്. അവിടെ നിന്ന് രേഖകൾ ശേഖരിക്കുകയും ഒപ്പം തന്നെ പൃഥ്വിരാജിൽ നിന്ന് വിവരശേഖരണമൊക്കെ നടത്തിയ ശേഷമാണ് അസസ്മെന്റിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ അസസ്മെന്റ് പൂർത്തിയായിക്കൊണ്ടാണ് ഇപ്പോൾ പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസ് പൃഥ്വിരാജിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ മാസം 29-നാണ് ഈ നോട്ടീസ് പോയിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദായനികുതി വകുപ്പ് പറയുന്നത്. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, സിനിമയിലെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ സിനിമയുമായി അതിനെ കണക്ട് ചെയ്യുന്ന ഒരു നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സിനിമ റിലീസായതിന് തൊട്ടടുത്ത ദിവസം നൽകിയിരിക്കുന്ന നോട്ടീസാണിത്. അപ്പോൾ അതിലെന്താണ് IT പറയുന്നത്? സുജി, അക്കാര്യത്തിൽ കൂടി നമ്മൾ വ്യക്തത വരുത്താൻ ശ്രമിച്ചിരുന്നു. നമ്മൾ പ്രധാനമായും IT-യുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, അതായത് 29-ാം തീയതി എന്നാണ് നോട്ടീസ് നൽകിയെന്ന് ചോദിച്ചപ്പോഴാണ് 29-ാം തീയതിയാണ് നോട്ടീസ് നൽകിയെന്നുള്ള. അപ്പോഴാണ് സ്വാഭാവികമായിട്ടും എമ്പുരാൻ ഇറങ്ങിയത് 27-ാം തീയതിയാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതും അതിന് തൊട്ട് പിന്നാലെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്ന കാര്യമാണ്. അതുമായി കൂട്ടി വായിക്കേണ്ടതില്ല എന്നുള്ളതാണ് IT പറയുന്നത്. ഇത് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്ന പരിശോധനകൾ, അതിന് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്, അതിന് ഇന്ന കാലയളവ് ഉണ്ട്. ആ കാലയളവ് പൂർത്തിയായിക്കൊണ്ട് അസസ്മെന്റ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇന്ന ഡേറ്റ്, ഇന്ന സമയം എന്നുള്ളതല്ല, അത് പൂർത്തിയാവുന്ന മുറയ്ക്ക് നൽകി എന്നുള്ളതാണ്. അങ്ങനെ അത് പൂർത്തിയാക്കി, അതായത് 2022 നടന്നൊരു പരിശോധന, അതിനുശേഷം ഇത്രയും സമയമെടുത്ത് അവർ അസസ്മെന്റ് പൂർത്തിയായിക്കൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആദായനികുതി വകുപ്പ് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ശരൺ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ഒപ്പം വിനീത വേണുവും RRോഷിപാലും.